ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. രാവിലെ തന്നെ പാചകക്കാർ നമ്മൾ ഇന്നലെ ഇറക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എണീറ്റ പാടെ കിട്ടിയ ഗ്യാപ്പിൽ കുക്കു സാറിനെ കൊണ്ട് GK ഒന്ന് എഴുതിച്ച് നോക്കുവാണ്. ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി ഞങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ വീക്കെൻഡിലേ പറഞ്ഞിരുന്നു GK കമ്പ്യൂട്ടർ തീർത്ത് വെക്കുകയാണ് എക്സാമിനായിട്ട്. കാരണം പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം GK ആണ്, പിന്നെ കമ്പ്യൂട്ടറും. എന്തായാലും രണ്ടും ആൾ നല്ലപോലെ പഠിച്ചിരിപ്പുണ്ട്. പക്ഷേ ചില സ്പെല്ലിങ്സ് മിസ്റ്റേക്സ് വരുത്തും. അപ്പോൾ അതുകൊണ്ടെല്ലാം ഒന്നും കൂടെ ഒന്ന് എഴുതിച്ച് നോക്കുവാണ്. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. രാത്രി താമസിച്ച് കിടക്കുമ്പോൾ ലേറ്റായിട്ടല്ലേ എണീക്കാൻ പറ്റും. അപ്പോൾ അമ്മ പുട്ടും പയർ ഉലർത്തിയതും പപ്പടമാണ് ഉണ്ടാക്കിയത്. അപ്പം പയറിലേക്ക് മുളക് പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേ വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് പയറെടുത്ത് പഞ്ചസാരയും പപ്പടവും ഒക്കെ ആയിട്ട് കുക്കു സാറിനും നിലുവിനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനിരുന്നു. രണ്ടുപേർക്കും പുട്ടും പഴവും കഴിച്ചിങ്ങനെ ശീലമായി പോയതുകൊണ്ട് ഇതിത്തിരി ഇറങ്ങാൻ പാടായിരുന്നു കേട്ടോ. നിലു അത് നേരെ പോയി അപ്പുറത്തങ്ങ് തുപ്പിക്കളഞ്ഞു. പിന്നെ ഞാൻ അവന് കൊടുക്കാൻ നിന്നില്ല. ലിലിയംജീനെ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ദോശയുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തൽക്കാലം ഒരു കുപ്പി പാലൊക്കെ കുടിച്ചിട്ട് ആളിരുന്ന് കളിക്കുവാണ്. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മമ്മ ഞാനും കുക്കുവും കൂടെ രാവിലെ ഇവിടേക്ക് ഒന്ന് അടുക്കി പിറക്കിയായിരുന്നു കേട്ടോ, എല്ലാം തിരിച്ചെടുത്ത് വെച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ട് നേരെ കിച്ചണിലോട്ടും കണ്ടുപോയി. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവൻ അതൊക്കെ പിറക്കി അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. ഞാനിത് ഉച്ചയ്ക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് സോഫയിൽ കിടക്കുമായിരുന്നു. അവന് അടപ്പ് അത്ര നന്നായിട്ട് ക്ലോസ് ചെയ്യാനൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ നമുക്ക് നാളത്തേക്കുള്ള വെള്ളം കൊല്ലം കോർപ്പറേഷനിൽ നിന്നാണ് കേട്ടോ. അപ്പം വാട്ടർ ടാങ്ക് എത്തി. അപ്പോൾ 2-3 ടാങ്ക് നമ്മൾ റെൻറ്റിനെടുത്തിട്ട് അതിൽ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വെള്ളവും കുടിക്കണമല്ലോ. പിന്നെ അടുപ്പ് കൂട്ടാനുള്ള കല്ലും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം ലൈൻ പൈപ്പിൽ വരാത്തത് കൊണ്ട് തൽക്കാലം നമ്മുടെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ലൈൻ പൈപ്പിൽ വെള്ളം ഉള്ളപ്പോഴൊക്കെ നമുക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തൊരു ലൈൻ പൈപ്പ് ഉണ്ടല്ലോ, അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. അതിൽ വെള്ളം ഇല്ലാത്തപ്പോൾ നമ്മുടെ വീട്ടിലെ വാട്ടർ സപ്ലൈയുടെ പൈപ്പ് കണക്ട് ചെയ്ത് ആ വെള്ളം ഉപയോഗിക്കും. പച്ചക്കറിക്ക് നമ്മൾ കോഞ്ചേരിയിൽ എന്ന് പറഞ്ഞ പോളയത്തോട് ഒരു പച്ചക്കറി കടയിലാണ് ഏർപ്പാടാക്കിയത്. പക്ഷേ അവർ വരാൻ ലേറ്റായി. ഞാൻ 2-3 പ്രാവശ്യം അവരെ വിളിച്ചു. നമ്മുടെ റെയിൽവേ ഗേറ്റിൻ്റെ കാര്യം പിന്നെ അറിയാവുന്നത് കൊണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഗേറ്റിൽ കുരുങ്ങി കിടക്കുമായിരുന്നു കുറേ നേരം. പിന്നെ ഒരു 10 മണിയായി അവരിവിടെ എത്തിയപ്പോഴേക്ക്. പച്ചക്കറികൾ ഇറക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ പാലത്തിൽ റോഡ് ഉപരോധം നടത്തുന്നുണ്ട്. തീരദേശ റോഡ് എടുക്കുമ്പോൾ ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രോപ്പർട്ടി എടുത്താലും 10 ലക്ഷം തരും എന്നുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ അതിനെ എതിർത്തിട്ട് ഇവിടെ ഉപരോധം നടക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ തിരിച്ച് അതുവഴി പോകാൻ നിൽക്കേണ്ട, പോകാൻ പറ്റില്ല, ഇപ്പുറത്തൂടെ പോകണമെന്നൊക്കെ. അപ്പോഴേക്ക് പിന്നെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് CCG എക്കോ സ്പോർട്സ് ആണ്, നമ്മുടെ കയാക്കിംഗ് സെൻറ്റർ. അപ്പോൾ ചേട്ടൻ എനിക്ക് ഓൾറെഡി കാശ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആലൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അത് ഞാൻ അവർക്ക് തന്ന നമ്പറിലേക്ക് GPay ചെയ്തു. ഇത് കഴുകിയ പാത്രങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട് അവർ തുണി ചോദിച്ചതാണ്. ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ ഒരുവിധം നമ്മളിപ്പം ഇടാതെ ആയ നൈറ്റികൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് മടക്കിയൊക്കെ വെച്ചിരുന്നു കേട്ടോ, ഈ പാത്രം തുടയ്ക്കാനും അല്ലാതെ ഇവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട്. നിലു ഇതിൻ്റെ ഇടയിൽ ഈ പോകുന്നേയും വരുന്നേയും എല്ലാ വണ്ടികളിലും കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അത് അവനിപ്പം കരഞ്ഞിട്ട് അവനെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. ഒരു വണ്ടിയും അവൻ വെറുതെ വിടില്ല. ഇവിടുത്തെ മറ്റൊരു കുഞ്ഞൻ വാവയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവനും ടീംസും അവിടെ വിറകിറക്കുന്നുണ്ട്. നമ്മളൊരു പറമ്പിലും പിന്നെ വേറെ എവിടേക്കോ വിറകിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ വിറക് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. നിലു സ്റ്റേജിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇതാണ് അവൻ്റെ വീടെന്നും പറഞ്ഞ് ഇതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പാണ്. ഞാൻ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് വന്നു. അതിനുള്ളിൽ ഓടി കളിക്കാനായിട്ട് എന്തോ ഒരുപാട് ഇഷ്ടം. കുക്കുവിൻ്റെ അടുത്താണെങ്കിൽ 2-3 ദിവസമായിട്ട് കൊച്ചുപ്പ പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഫുട്ബോൾ കളിക്കരുതെന്ന്. കാരണം അന്ന് ആ തൂണയിൽ ഇടിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ കൊച്ചുപ്പയാണ് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി പന്ത് ഞാൻ അടുപ്പിൽ വെച്ച് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആൾ ഫുട്ബോൾ കൊണ്ട് വെച്ചത്. അടുത്ത സെറ്റ് വിറകിൻ്റെ അൺലോഡിങ്ങിനായിട്ടുള്ള കാത്തിരിപ്പാണിത്. കൊച്ചുപ്പയാണ് ഉരുളിയുടെ പുറത്തിരുന്നത്. ഇത് CCGയുടെ ഫ്ലെക്സാണ്, വാട്ടർ സപ്ലൈയുടെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റും നമ്മുടെ ഒരു ഉദ്ദേശമാണല്ലോ. അങ്ങനെ വിറകൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പാചകക്കാർ അവരുടെ പരിപാടിയും തുടങ്ങി. ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടോ, ഞാനൊരു യൂട്യൂബറാണ്, എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമെന്നൊക്കെ. പക്ഷേ എല്ലാവരും നല്ല സഹകരണമാണ് കേട്ടോ. വീഡിയോ ആദ്യം വെച്ചപ്പോഴേക്കും ഇങ്ങനെ മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നെങ്കിലും ക്യാമറ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിയൊക്കെ. അവർക്കതിൽ പ്രശ്നമൊന്നുമില്ല ഇതുവരെ.
പിന്നെ അമ്മ നിലുവിന് ദോശ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. കുക്കു വീണ്ടും ഫുട്ബോൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിന്ന് കളിക്കും, വെറുതെ കൊച്ചുപപ്പയുടെ നിന്ന് ചീത്ത വിളി കേൾക്കാതെ. ഇത് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ട് എല്ലാം ഓടുന്നതാണ് കേട്ടോ. ആ ബ്രൗൺ തലയിൽ കയ്യും വെച്ചുകൊണ്ട് നടക്കുന്നതാണ് ഇവിടുത്തെ മറ്റൊരു കുഞ്ഞുമാവ. ആ നീല ഷർട്ടിട്ട് തൊപ്പിയും വെച്ച് ഓടിപ്പോയത് സച്ചിക്കുട്ടൻ, സേറയുടെ ചേട്ടൻ. അവൻ്റെ പേര് കുഞ്ഞൻ വാവയെന്നും എൻ്റെ പേര് കുഞ്ഞു വാവയെന്നുമാണ് കേട്ടോ. പക്ഷേ മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എല്ലാവരും കുഞ്ഞാ എന്നേ ഞങ്ങൾ രണ്ടുപേരെയും വിളിക്കത്തുള്ളൂ. അപ്പോൾ കുഞ്ഞാന്ന് ആരെങ്കിലും നീട്ടി വിളിക്കുമ്പോഴത്തേക്ക് ഞാനിരുന്ന് പറയും വലുതാണോ ചെറുതാണോ എന്ന് തെളിച്ച് പറയാൻ. അതിനിടയ്ക്ക് ആലൻ പോയി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ഇന്നത്തേക്ക് പെട്ടെന്ന് ഞാൻ എന്താ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അന്നേ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഞാൻ കാണാതെ പഠിപ്പിക്കുന്നു. അതൊരു 2 ലെഗ് പീസും കുക്കൂനായിട്ടൊരു 2-3 ചെറിയ പീസും പിന്നെ കുറച്ച് കൊഴുപ്പിൻ്റെ പീസസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ആഡ് ചെയ്യത്തില്ല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കട്ടത്തൈരിട്ടിട്ട്, ഇതധികം പുളിയില്ലാത്ത തൈരാണ്. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ ബിരിയാണിക്കൊരു പുളിപ്പ് വരും, അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം. കട്ടത്തൈര് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. കൊഴുപ്പിൻ്റെ പീസസാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. ഇത്തിരി കൊഴുപ്പിൻ്റെ പീസസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചോറിന് നല്ല ടേസ്റ്റായിരിക്കും. സവാള ആകെ ഈ ഒരു ഹാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും പിന്നെ ഉണ്ടായിരുന്ന കൊച്ചുള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഒക്കെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഇന്നൊരു പൂജയുണ്ട് പള്ളിയിൽ. അതിന് പോയിട്ട് വരുമ്പോൾ സവാളയും നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രെഡും ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആലൻ ഇന്ന് കടയിൽ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അവരവരുടെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, വള്ളംകളി. അപ്പോൾ നമുക്ക് ബിരിയാണിക്കായിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. കുക്കർ ബിരിയാണിക്കായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു. അത് ചതച്ച് ഞാൻ എടുത്തു കുറച്ച്. അതുകൊണ്ടാണ് ചിക്കനിൽ അത് ഇടാതിരുന്നത്. അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിക്കൻ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഇത് എണ്ണയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഒരു തക്കാളി, ഇത്രയും സവാള, 2 പച്ചമുളക്. പിന്നെ ആദ്യം ഇട്ടത് ബട്ടറാണ്. ബട്ടറിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയുള്ളിയും സവാളയൊക്കെ ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അതൊരു നല്ല ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കാണ് ഇതിലെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, സവാളയുടെ നിറമാണ് ബിരിയാണിക്ക് കളർ വരുത്തുന്നത്. എത്രത്തോളം ബ്രൗൺ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്രൗൺ ആക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും. സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1 വറ്റൽമുളക് മുറിച്ചത്, 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ലേശം അടിയിലൊക്കെ പിടിക്കും, പക്ഷേ അവസാനം അങ്ങനെ പിടിക്കത്തില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കും, പിന്നെ ബട്ടറും കൂടെ ഉള്ളതുകൊണ്ട്. ബാക്കി അരപ്പുകളൊക്കെ ചേർന്ന് ചിക്കനൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് അടിയിൽ പിടിച്ചതൊക്കെ ഇളകി പോരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ 1 സ്പൂൺ ബിരിയാണി മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ചിക്കൻ അരപ്പ് പുരട്ടിയപ്പോൾ അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കാത്തത്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു പച്ചനിറമല്ല, ആ ഒരു ഓറഞ്ച് നിറം മാറി റെഡ് കളർ ആവുന്നത് വരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അമ്മയ്ക്ക് വേണ്ടല്ലോ, ഞാനും അലനും കുക്കുവേ ഉള്ളൂ. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുഴുങ്ങാനായിട്ടുള്ള 3 മുട്ട തോടോടുകൂടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. തീ ഒട്ടും കുറച്ച് വെക്കരുത്. ഒരുപാട് കുറച്ച് വെച്ച് വിസിലടുപ്പിച്ചെടുത്താൽ, ഇത് ചെറിയ അരിയാണ് കേട്ടോ, ഞാൻ കൈമ അരിയാണ് ബിരിയാണിക്ക് മേടിക്കുന്നത്, അത് പെട്ടെന്ന് കലങ്ങിപ്പോവും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം. വിസിലടിക്കുമ്പോൾ തന്നെ വെള്ളത്തിനടിയിൽ വെച്ച് എയർ കളഞ്ഞിട്ട് കുക്കർ തുറക്കാം. സാലഡിനായിട്ടൊരു ഹാഫ് കുക്കുംബറും ഒരു പകുതി ക്യാരറ്റും 1 തക്കാളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. സവാള ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ കുനുകുന അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും കട്ടത്തൈരും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് സാലഡ് ഉണ്ടാക്കി മാറ്റി വെച്ചു. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബാക്കി ചിക്കൻ ഞാൻ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിരുന്നു. അതൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ഒക്കെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലും കുരുമുളക് പൊടി ഇടുന്നില്ല, എനിക്ക് കറി വെക്കാനുള്ളതാണ്. ചിക്കൻ കറിയിൽ കുരുമുളക് പൊടി ഇടുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ കറി വെക്കാനാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാറില്ല. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഞാനൊരു ഉച്ച കഴിഞ്ഞ് കറി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. രാത്രിക്കത്തേക്ക് ഒന്നുമില്ലല്ലോ, അപ്പോൾ ചിക്കൻ കറി വെച്ചിരുന്നാൽ ഇന്ന് രാത്രി എടുക്കാം, നാളെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. അമ്മ ബ്രെഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. രാവിലെ ബ്രെഡും ചിക്കൻ കറിയും എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിന്. അതിൽ ലേശം വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു
ചിക്കൻ്റെ ഒരു പച്ച മണം നിൽക്കും അതിൻ്റെ അകത്ത്. നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെക്കുന്നില്ലല്ലോ, വൈകുന്നേരത്തേക്ക് കറിയാക്കാനായിട്ട് വെക്കുന്നതല്ലേ. അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്മെല്ലങ്ങ് മാറിക്കിട്ടും. പിന്നെ പാത്രമൊക്കെ കഴുകിയിട്ട് നോക്കിയപ്പോഴേക്ക് രാവിലെ കഴുകിയ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ പെറുക്കിയെടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ കഴുകിയ പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ട് അടുക്കി വെച്ചു. വീടൊക്കെ ഞാനും കുക്കുസാറും കൂടെ രാവിലെ ക്ലീൻ ചെയ്തു. തൂക്കാനും തുടയ്ക്കാനും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ധൃതിക്ക് ബിരിയാണി ഉണ്ടാക്കിയതും പിന്നെ അമ്മ രാവിലെ ഉണ്ടാക്കിയപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇത്തിരി താഴത്ത് പോയായിരുന്നു. ഉറുമ്പ് വരുന്നതിന് മുന്നേ കുക്കർ വിസിലടിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ അടുക്കളയൊന്ന് തൂത്തിട്ടു. വീടൊക്കെ ക്ലീനായി തന്നെ കിടക്കുകയാണ്. കുക്കർ വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പുറത്തിടാനായിട്ട് കാഷ്യൂ നട്ട്സും വേണമല്ലോ. ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇവിടെ സവാളയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് ഇനി അതൊന്നും അരിഞ്ഞെടുക്കാൻ വയ്യ. ഇതൊന്ന് തീർത്തിട്ട് വേണം കുരിശടി വൃത്തിയാക്കാനായിട്ട് പോകാൻ. അവിടെ ബബിയാൻ്റെയും ബാക്കിയുള്ളവരും ഒക്കെ തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. അമ്മ പൂജയ്ക്ക് പോയതുകൊണ്ട് മാത്രം എനിക്ക് പോകാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയായി. ചെറുതായിട്ട് അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ട്, പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല. അത് ഡിഷിലേക്ക് തട്ടിയിട്ടിട്ട് നേരത്തെ പുഴുങ്ങി വെച്ച എഗ്ഗ് തോടൊക്കെ കളഞ്ഞ് അത് 3 കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇരുന്നത് ഒന്ന് പിച്ചി കീറി ഇതിന് മേളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂവും റൈസൻസും കൂടി ഇട്ട് കൊടുത്തു. ആ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവിടെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഞാൻ വെളിയിൽ വന്നപ്പോൾ ഈ ചേട്ടൻ ടോയ്സൊക്കെ വിൽക്കുന്ന ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ അതൊക്കെ നാട്ടിക്കൊണ്ടിരിക്കുന്നത് എടുത്തപ്പോൾ പോയി 2 പേര് ചേച്ചി യൂട്യൂബാണോ എന്ന് ചോദിച്ച് ചിരിച്ചിട്ട് പോയി കേട്ടോ. അവർ ഇവിടെ മിനിയാൻ്റെ അടുത്ത് ഡാൻസിന് പേര് കൊടുക്കാൻ വന്നതാണ്. ഇന്നലെ ഇന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഡാൻസിന് പേര് കൊടുക്കണമെന്ന്. ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. പക്ഷേ ഇത് 2-3 പ്രാവശ്യം വന്നു വീഡിയോയ്ക്കകത്ത്. ഇതെപ്പോൾ കാണും ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി വരുമ്പോഴത്തേക്ക് പേര് ചോദിക്കാം. ഞാൻ പറഞ്ഞു വീഡിയോ നാളെ വരും, നാളെ കാണാമെന്ന്. ഇത് വൈകുന്നേരത്തെ പ്രദക്ഷിണത്തിന് നമുക്ക് പിള്ളേരുടെ കയ്യിൽ തിരി കൊടുക്കുമ്പോൾ അത് ഉരുകി കയ്യിലേക്ക് വീഴും. അങ്ങനെ വീഴാണ്ടിരിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഈ പ്ലാസ്റ്റിക് ബോൾസ് മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് തിരി അതിൻ്റെ അകത്താക്കി കൊടുക്കും. അപ്പോൾ മെഴുക് ഉരുകി വീഴുന്നത് അതിൽ വീണോളും. അതിന് അധികം ഉരുകുന്നത് കൊണ്ട് ചൂടൊന്നും വരത്തില്ല. ദിസ് ഇസ് വെൽ ടെസ്റ്റഡ് ബിഫോർ. ആ കത്തിയും കൊണ്ടിരുന്ന് ചുരണ്ടിയിട്ട് അത് മുറിയുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കത്രികയും കൂടെ എടുത്തുകൊണ്ട് വന്നത്. പാചകക്കാർ ഇപ്പോഴും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസം മുഴുവൻ അരിയണം. രാത്രി 10 മണിക്ക് തീ കത്തിക്കണമെങ്കിൽ 5000 പേർക്കുള്ളതല്ലേ. അവരിങ്ങനെ സവാള ഗിരിഗിരി പറഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് താലപ്പൊലി എടുക്കാനുള്ള പ്ലേറ്റ്സാണ്. കഴിഞ്ഞ വർഷവും യൂസ് ചെയ്ത പ്ലേറ്റ്സ് തന്നെയാണ്, പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതിൽ ഇത്തിരി പൊടിയൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുവാണ്. അപ്പുറത്തിരിക്കുന്നത് സേറമോളുടെ ഗ്രാൻഡ് ഫാദറാണ്. ഇപ്പോഴത്തെ നമ്മുടെ കുരിശടിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാമനാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ കൊച്ചുപ്പയുടെ വൈഫ് മിനിയാൻ്റിയുടെ മാമനാണ് സേറമോളുടെ ഗ്രാൻഡ് ഫാദർ. അരിയും ചാക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 10 ചാക്ക് അരിയുടെ ചോറ് മതി. ബാക്കി അതിൽ കൂടുതൽ അരി വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ലേലം ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാറുള്ളത്. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് കുരിശടിയിൽ ആൾക്കാർ കൂടുതൽ കാണും. അപ്പോൾ എല്ലാവർക്കും മണ്ണിലിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചെയേഴ്സും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അതും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി കുക്കു സാറിനുള്ള ലഞ്ച് കൊടുത്തു. അപ്പോഴേക്കും അവൻ വന്ന് പറഞ്ഞു അവന് വിശക്കുന്നെന്ന്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും. പക്ഷേ ചെയ്തിപ്പോൾ ഏറ്റവും പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷായിട്ട് മാറിയത് കൊണ്ട് മാത്രം ഇതിങ്ങനെ എനിക്ക് പണിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാവുമ്പോഴൊക്കെ ഞാനിപ്പോൾ ബിരിയാണിയാണ് ചെയ്യുന്നത്. അവൻ്റെ ആൾക്കാർ വന്നിട്ടില്ല സർവീസിന് ഇതുവരെ. മിക്കവാറും ഇന്ന് ഞങ്ങൾ പ്രദക്ഷിണത്തിന് ഇറങ്ങുമ്പോഴായിരിക്കും അവർ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഞാൻ ഹോട്ട് പോട്ടിൽ തന്നെ വെച്ചു. നല്ല ചൂടോടെ തന്നെ എടുക്കാമെന്ന് കരുതിയിട്ട്. ആ ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ എൻ്റെ പപ്പ, വൈറ്റ് ഷർട്ട് കൊച്ചുപപ്പ. എല്ലാവരും ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കുക്കുവിന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ നേരെ പോയി കുരിശടി തൂക്കാൻ പോയി. ബിരിയാണി കഴിച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും കിടക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. തൂത്തിട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ അവരും ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിരുന്നു. എല്ലാവരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. എല്ലാവർക്കും ഇന്ന് സാരിയൊക്കെ ഉടുക്കാനുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഒരുപോലത്തെ സാരിയാണ് ഇന്ന് ഉടുക്കുന്നത്, കേരള സാരി. ഇത് പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ കൊണ്ടുപോകാനുള്ള സെബസ്ത്യാനോസിൻ്റെ രൂപം. പിന്നെ നമ്മുടെ പഴയ മാതാവിൻ്റെ രൂപമാണ് ഇത്. പഴയ മാതാവല്ല, പഴയ കുരിശടിയിലെ മാതാവ്. നമുക്ക് ആദ്യത്തെ കുരിശടി ചെറ്റ കൊണ്ട് കെട്ടിയൊരു കുരിശടിയായിരുന്നു, അവിടുത്തെ മാതാവ്. പിന്നെ ഔസേപ്പിതാവും. ടോയ്സിൻ്റെ ചേട്ടൻ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് കടയിടാനുള്ള പരിപാടിയാണ്. ഇനി ഞാൻ ആകെക്കൂടി എൻ്റെ മുഖത്ത് ഈ പെരുന്നാൾ പ്രമാണിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. സ്കിൻ കെയർ എന്നും പറഞ്ഞ് ഞാൻ അധികം പരിപാടികളൊന്നും ചെയ്യാറില്ല. 2-3 സീറമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ ഇനി എപ്പോഴെങ്കിലും ഒരു നൈറ്റ് റൂട്ടീനിൽ കാണിച്ചു തരാം.
ഇത് ബെഞ്ചാറാസിൻ്റെ മുൾത്താനി മിട്ടി പൗഡറാണ്, പപ്പായയുടെ മുൾത്താനി മിട്ടി പൗഡറാണ്. അതിൽ കുറച്ചിരുന്ന തേനൊക്കെ എടുത്തിട്ട് ഞാനത് മുഖത്ത് തേക്കുന്നുണ്ട്. ഇത് പപ്പായ ആണെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിനൊരു പഴുത്ത മാങ്ങയുടെ മണം വരും. അപ്പോൾ കുക്കു പറയും അമ്മ പഴുത്ത മാങ്ങ മുഖത്ത് തേച്ചിരിക്കുകയെന്ന്. ഞാൻ പറയാൻ വിട്ടുപോയി, കുരിശടി തൂത്തിട്ട് നേരെ വന്ന് ഞാൻ കുറച്ച് ബിരിയാണിയും കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കിടന്നിരുന്നു കേട്ടോ. എന്നിട്ട് എണീറ്റാണ് മുഖത്ത് പാക്ക് ഇട്ടത്. ആ പാക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയത്. അമ്മ വൈകുന്നേരത്ത് പിള്ളേർക്ക് ഇന്ന് ബിസ്ക്കറ്റും പാലും, ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റും പാലും കൊടുക്കണ്ട, പുട്ടിരിപ്പുണ്ട് രാവിലത്തെ, അതിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇനി പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഒത്തിരി നടക്കണം. അപ്പോൾ കുക്കുവിനെ കൊണ്ട് ഞാൻ താലപ്പൊലി എടുപ്പിക്കും. വൈറ്റ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരും ഒരു പ്ലേറ്റ് ഫ്ലവറൊക്കെ പിടിച്ചുകൊണ്ട് വരണം. ബോയ്സും നിൽക്കും അതിന്. അപ്പോൾ നടന്നൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വിശക്കും. അതുകൊണ്ട് അവർക്ക് അമ്മ പുട്ടും പാലും കൊടുത്തു. ഞാനിവിടെ ചിക്കൻ കറി വെക്കാനായിട്ട് അരിഞ്ഞെടുത്ത സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പുറത്തൊരു 2 വലിയ തക്കാളി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ചിക്കൻ കറിക്ക് നല്ല തിക്നെസ്സൊക്കെ കിട്ടും. തക്കാളി ഇട്ടപ്പോഴത്തേക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ പുറത്തെല്ലാം തെറിച്ച് വീണതുകൊണ്ട് ഞാനത് അപ്പം തന്നെ അങ്ങ് തുടച്ച് മാറ്റി. സവാള വഴന്ന് വരാൻ ഇച്ചിരി സമയമെടുക്കും. അതവിടെ വെച്ചിട്ട് തക്കാളി അപ്പോഴത്തേക്കായി കേട്ടോ. തിരിച്ചും മറിച്ച് വിടുമ്പോൾ പെട്ടെന്നാവും. ഇച്ചിരി തീ കൂട്ടി വെച്ചാൽ മതി. ചൂടുണ്ട് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വാരിപ്പറക്കി ജാറിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടു. 1 സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു 3 വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഉള്ളി വഴന്ന് വന്നതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേകിച്ച് ഒരു പൊടിയും ഇടുന്നില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ആ ചിക്കനും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മൊരിച്ചെടുക്കണം. കളറ് നല്ലൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ജാറ് കഴുകിയ വെള്ളവും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബൗൾ കഴുകിയ വെള്ളവും കൂടെ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചിക്കൻ വേകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും വെള്ളം വരും. ഇനി ഇതും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ മതി. ചിക്കനല്ലേ പെട്ടെന്ന് വേവും. അതിനിടയ്ക്ക് അമ്മ ചായ ഇട്ട് തന്നു, അതും കുടിച്ചു. ഇപ്പോൾ കഴുകാനുണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി വെച്ചു. പിന്നെ കുക്കറിൽ നിന്ന് ചിക്കൻ കറി ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തിളപ്പിച്ച്, മല്ലിയില പിച്ചിയൊന്നും ഇടാൻ നിന്നില്ല, അങ്ങനെ തന്നെ എടുത്തിട്ടു. ഇത് പിന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 102 ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഞാൻ വേറെ പല മാസിൻ്റെയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഐബ്രോ പെൻസിൽ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വിസ് ബ്യൂട്ടിയുടേത് നല്ലൊരു ടെക്സ്ചറാണ് അതിൻ്റെത്. ഇത് ഒലയുടെ ഡേ മോയ്സ്ചറൈസറാണ്. സൺസ്ക്രീൻ ഇപ്പോൾ ഇടണ്ടല്ലോ, അപ്പോൾ വൈകുന്നേരം ആയില്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ക്രീം ഇടണ്ടേ. നൈറ്റ് ക്രീം കുറച്ചുകൂടെ ഒരു ഓയിലി പോലെയാണ്. അപ്പോൾ ഞാൻ ഡേ ക്രീം തന്നെയാണ് ഇട്ടത്, ഒലയുടെ മോയ്സ്ചറൈസർ. ഡേ നൈറ്റ് എന്നും പറഞ്ഞ് നമുക്ക് 2 എണ്ണം വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് 2ഉം വാങ്ങിക്കും. ചില ദിവസം രാത്രി നൈറ്റ് ക്രീം ഇട്ട് കിടക്കാറുണ്ട്. ഇത് എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീമാണ്. എനിക്ക് മുഖം ഫുൾ ഇതിടുന്നതിനോട് താല്പര്യമില്ല. ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് ഞാനത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കും. മെയിനായിട്ട് ഇതിന് നല്ല വിലയാണ് കേട്ടോ. ആകപ്പാടെ കിട്ടുന്ന 2 തുള്ളി. അത് മുഖം മൊത്തം തേക്കുന്നതിനേക്കാളും അവിടെ ഇവിടെയൊക്കെ മതി. ഇത് പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് 2 വർഷം വല്ലതും ആകാൻ പോകുന്നു. മാസിൻ്റെതാണ്, പക്ഷേ കമ്പനി പ്രോഡക്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തിട്ട് ഒരു കോണ്ടോ സ്റ്റിക്ക് അങ്ങ് കണ്ടുപിടിച്ച് ഓർഡർ ചെയ്തു. നല്ല റിവ്യൂ ആയിരുന്നു, അത് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. സാധനം കൊള്ളാം, വലിയ റേറ്റൊന്നുമില്ല, പക്ഷേ ബ്രാൻഡഡ് അല്ല. അതിന് 2 സൈഡിൽ ഒരിടത്ത് ലൈറ്റും പിന്നെ ഒരിടത്ത് ഇത്തിരി ബ്രൗണിഷും ആയിട്ടുള്ളതുണ്ട്. അതിങ്ങനെ ഞാൻ മേലെയും താഴെയൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ നോസ് ഷേപ്പ് ചെയ്യാനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 കളറും സ്മഡ്ജായി പോവാതിരിക്കാൻ ഞാൻ സെപ്പറേറ്റ് ഫിംഗേഴ്സ് വെച്ചിട്ടാണ്, വെവ്വേറെ വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. താഴെ വരച്ച ഡാർക്ക് ബ്രൗൺ ഡൗൺവേർഡിലോട്ടും മേളിൽ കൊടുത്തിരുന്ന ആ ഒരു ക്രീമി കളറ് മേളിലോട്ടുമായിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ ഇത് ലാക്മിയുടെ ഐക്കോണിക് കാജലാണ്. ഞാനിപ്പോൾ ഈ ഒരു സാധനം വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 5-6 വർഷമായി. വേറെ കാജലൊന്നും ഇതുവരെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായതുകൊണ്ട് അത് തന്നെ. പിന്നെ കണ്ണിൻ്റെ മേലിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ സമയത്തുണ്ടല്ലോ കറണ്ട് പോയി പ്ലഗ് പോയിൻറ്റും റിംഗ് ലൈറ്റും ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല, കാജൽ വരച്ച് കൊടുത്തു. ഇനി മസ്കാര ഇടാം. ഞാൻ 2 മസ്കാര ഞാൻ യൂസ് ചെയ്യും. ഒന്ന് കൊളോസലിൻ്റെത്, അത് കുറച്ച് വോളിയം തരും, നല്ലൊരു തിക്നെസ് തരും. പിന്നെ ലാക്മിയുടെ ഹൈപ്പർ കേൾ മസ്കാര, അത് കുറച്ച് ലെങ്ത്ത് തരും. ഈ കൊളോസലിൻ്റെ മസ്കാര തന്നെ ഞാൻ ഐബ്രോസിലും കൂടി ഇട്ട് കൊടുക്കും. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ട്രോക്ക് അനങ്ങത്തില്ല. നമ്മൾ എങ്ങോട്ട് ഐബ്രോസിലെ രോമം വെക്കുന്നോ അത് അവിടെ തന്നെ ഇരിക്കും. ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കുറച്ച് ലെങ്ത്ത് തോന്നിക്കാനായിട്ട് ലാക്മിയുടെ ഹൈപ്പർ കേൾ മസ്കാര. ഇത് ഞാൻ അപ്വേർഡും ഡൗൺവേർഡും പിന്നെ ആ സൈഡിലോട്ടാക്കി കൊടുക്കും. അപ്പോൾ കണ്ണിങ്ങനെ നല്ല വിടർന്നത് പോലെ ഇരിക്കും. അറ്റത്തെ പീലികളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കും.
ഈ ലിപ് ഷെയ്ഡ് മാസിൻ്റെതാണ്. ഏത് ഷെയ്ഡാണെന്ന് ഞാൻ മറന്നുപോയി. ഞാനതിൽ നോക്കിയിട്ട് ആ ഷെയ്ഡിൻ്റെ ഇതൊക്കെ മാഞ്ഞു പോയേക്കുന്നു. ഞാൻ തപ്പി പിടിച്ച് തരാം. എൻ്റെ ഓർഡേഴ്സ് ലിസ്റ്റിൽ കാണും. ഞാൻ അങ്ങനെ അത്ര ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് കമ്മലൊക്കെ ഞാൻ ഇവിടുന്ന് ഇട്ടിട്ട് പോവുകയാണ്. സാരി മാത്രം പിന്നെ ഉടുത്താൽ മതിയല്ലോ. ഞാനൊരു റെഡ് കലംകാരി ഡിസൈനുള്ള കസവ് സാരിയാണ് ഉടുക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഞാനൊരു റെഡ് പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. ഇതാണ് സാരി. ബ്ലൗസ് എടി പിടിയെന്നും പറഞ്ഞ് ഇന്നലെ കൊണ്ട് ചെല്ലമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് ലില്ലിയംച്ചിയുടെ അനിയത്തി ഇന്ന് തയ്പ്പിച്ച് കിട്ടിയതാണ്. നിലൂനെ ഞാൻ മുണ്ടുടുപ്പിച്ചു. കുക്കുവിനെ ഒരു 2 കൊല്ലം മുൻപ് വരെ എനിക്ക് മുണ്ടുടുപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം അവൻ ഉടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ ഉടുക്കത്തില്ല. അവനിപ്പോൾ പാൻസ് ഇടാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇനി അവനെ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇവനിൽ അടിച്ചേൽപ്പിച്ചു. അവൻ കഴിഞ്ഞ ഓണത്തിന് ഉടുത്ത മുണ്ടാണ്, ഇപ്പോഴും പാകമാണ്. ഇത് ലൂക്കുട്ടനും കുഞ്ഞുവാവയും കൂടെ പോയിട്ട് പ്രദക്ഷിണം തിരിച്ചു വരുമ്പോൾ കത്തിക്കാനായിട്ടുള്ള ഫയർ വർക്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ താലപ്പൊലി എന്ന് പറഞ്ഞ സംഭവം. കുക്കു ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, കുക്കു അപ്പുവും ഒക്കെ. ഇവർ രൂപങ്ങളുടെ തൊട്ട് മുമ്പിലായിട്ടായിരിക്കും പോകുന്നത്. ദേ സേറമോള്. പിന്നെ ഇതിലും ഉണ്ട് ആൾ, ദേ പോന്നു. പ്രദക്ഷിണം ഇറങ്ങുമ്പോഴും പ്രദക്ഷിണം തിരിച്ച് കുരിശടിയിലേക്ക് വന്ന് കയറുമ്പോഴും ഫയർ വർക്ക്സ് ഉണ്ടാവും. കുക്കു സാർ അതും നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ പ്രദക്ഷിണത്തിന് ആദ്യം പോകുന്നത് കൊമ്പ്രിയക്കാരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ, അത് കഴിഞ്ഞ് താലപ്പൊലി എന്തിയ ആൾക്കാർ, പിന്നെ ഈ പോകുന്ന കുട്ടികളിങ്ങനെ ഒരു ബെല്ലിങ്ങനെ അടിച്ചടിച്ചാണ് പോകുന്നത്. അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പള്ളിയിലൊരു മണിയാണത്. അത് കഴിഞ്ഞിട്ടാണ് രൂപം പിടിച്ചേക്കുന്നത് ലൂക്കുട്ടനും കണ്ണനും ഷാബിനും ജിത്തുവും അങ്ങനെ ഇവിടെയുള്ള പിള്ളേരെല്ലാവരും കൂടിയാണ്. പിന്നെ സേറമോളുടെ പപ്പയൊക്കെ ഉണ്ട്. രൂപം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് കണക്ഷൻ കൊടുത്തേക്കുന്നത് ആ പുറകിൽ വരുന്ന നമ്മുടെ പവർ സപ്ലൈയുടെ വണ്ടിയിലാണ്. അതിൻ്റെയൊക്കെ കണക്ഷൻ ഒന്ന് ശരിയാക്കിയൊക്കെ എടുത്തിട്ട് വേണം രൂപം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. അതാണ് ഇടയ്ക്ക് 2-3 വണ്ടികൾ കടത്തിവിട്ടത്. അല്ലെങ്കിൽ പ്രദക്ഷിണത്തിൻ്റെ ഇടയിലൂടെ വണ്ടികൾ കടത്തിവിടാറില്ല. ഈ വണ്ടിയിൽ നിന്ന് തന്നെ ഒരു മൈക്ക് കണക്ഷൻ ഉണ്ട്. അതിൽ ബബി ആൻറ്റിയും പിന്നെ ബീന ആൻറ്റിയും കൂടെ കൊന്ത പഠിച്ചാണ് നടക്കുന്നത് കേട്ടോ. പാട്ടിടത്തില്ല, അവർ കൊന്ത പഠിച്ച് ഇതിൻ്റെ കൂടെ നടക്കും. പിന്നെ വഴിയിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് മുൻപേ വന്നു, എനിക്ക് പ്രദക്ഷിണം വന്ന് കയറുന്നത് നിങ്ങളെ കാണിക്കാനായിട്ട്. ടോയ്സിൻ്റെ കടയൊക്കെ അപ്പോഴേക്കതേ ഫുൾ ഫ്ലെഡ്ജ്ഡായി എല്ലാമൊക്കെ എടുത്ത് വെച്ചിരുന്നു. പ്രദക്ഷിണം വരുമ്പോൾ അവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമാണ് അവിടെ ലൂക്കായും ടീംസും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. പ്രദക്ഷിണം എത്തിയപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കടപ്പുറത്ത് ഫയർ വർക്ക്സ് തുടങ്ങുന്നത്. ഇനി വരുന്ന കൊമ്പ്രിയക്കാരും പിന്നെ വരുന്ന താലപ്പൊലിൻ്റെ പിള്ളേരും ജനങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ ഓരത്ത് നിൽക്കും. ഇവർ കൊമ്പ്രിയക്കാരും താലപ്പൊലി കൊണ്ടുവന്ന പിള്ളേരും 2 സൈഡിലായിട്ട് നിൽക്കും. എന്നിട്ട് രൂപം തിരിച്ചകത്ത് കുരിശടിയിലേക്ക് കയറുമ്പോൾ നമ്മൾ താലപ്പൊലിക്ക് കൊടുത്തുവിട്ട ആ പൂവ് രൂപത്തിലേക്ക് എറിയാറാണ് പതിവ്. ഈ പ്രദക്ഷിണം ഇങ്ങനെ വരുമ്പോൾ തന്നെ രൂപത്തിൽ ആൾക്കാർ മാല ഇടാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കയറിയതുകൊണ്ട് എനിക്ക് ആ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പ്രദക്ഷിണം, ഈ വർഷത്തെ വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയിലെ പ്രദക്ഷിണം തിരിച്ച് വന്ന് കയറി. പ്രദക്ഷിണം ഇവിടെ വന്ന് കയറുമ്പോൾ അവിടെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ലില്ലിയൻസിൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഓർത്തത്. ഇതിങ്ങനെ മൊത്തം പടക്കവും പൊട്ടിത്തെറിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് എടുക്കാതിരുന്നത് കേട്ടോ. ഇത് പ്രദക്ഷിണം വന്ന് കയറിയതിൻ്റെയാണ്. അപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു. ഞാൻ നേരെ വീട്ടിൽ പോയി സാരിയൊക്കെ മാറ്റി, അമ്മ പുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയും ഉണ്ടല്ലോ. പിന്നെ ആലൻ ചായ കുടിച്ചില്ല, ആലൻ്റെ ചായ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ചൂടാക്കി ഞാൻ കഴിച്ചു. നിലു ഇപ്പോൾ ഇരിക്കുന്നത് അനീജാസിൻ്റെ കയ്യിലാണ്, നമ്മുടെ പോട്ട് മുതലാളി ലില്ലിയംച്ചിൻ്റെ അനിയത്തി ചെല്ലമ്മാൻ്റിയുടെ മോൻ.
ഇത് അച്ഛൻ വരുന്നതിന് മുമ്പ് നമ്മുടെ പാചകക്കാരൻ ചേട്ടൻ തിരിയും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നതാണ്. അച്ഛനെ വിളിക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ വന്ന് അടുപ്പ് കത്തിച്ച് തുടങ്ങിയിട്ടേ കുക്കിംഗ് ആരംഭിക്കത്തുള്ളൂ. അതാണ് രാവിലെ തൊട്ട് അവർ അരിഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നത്. രാത്രി 10 മണിക്കാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത്. നാളെ ഉച്ച തൊട്ട് വൈകുന്നേരം 8 മണി വരെ വിളമ്പേണ്ടതല്ലേ. അപ്പോൾ 1 മണിക്കൊക്കെ ചോറ് അടുപ്പത്തെടുത്തുള്ളൂ. ബ്രദേഴ്സാണ് വന്നത് കേട്ടോ. മെയിൻ അച്ഛന്മാർ വന്നിട്ടില്ല. ഇതിന് കപ്പൂച്ചിൻ ബ്രദേഴ്സൊക്കെയാണ് സാധാരണ വരാറുള്ളത്. അച്ഛൻ വന്നു, പ്രാർത്ഥിച്ചു, അടുപ്പ് കത്തിച്ചു, പിന്നെ ഓതുവെള്ളമൊക്കെ തെളിച്ചു, ഞങ്ങളൊക്കെ കൈയടിച്ചു. ഇത് ആദ്യത്തെ കയ്യടി എനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ കയ്യടി എടുത്തിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും അയ്യോ കൊച്ചിന് കയ്യടിച്ചത് കിട്ടിയില്ല എന്നും പറഞ്ഞ് വീണ്ടും കൈയടിച്ചതാണ്. ആർട്ടിഫിഷ്യൽ കയ്യടിയാണ്. അവിടെ ആലൻ്റെ ഫ്രണ്ട്സ് 3 പേര് ഞങ്ങളെയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് നീക്കി വെച്ചത്. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ട് അവിടെ സച്ചുവും ഇജോയും ഒക്കെ കൂടെ നാളത്തേക്കുള്ള അലങ്കാര പണികളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഞാനും ബബിയൻ്റെയും കൂടെ അതൊക്കെ പോയി നോക്കി. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രി മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ സൗണ്ടൊക്കെ ഓഫ് ചെയ്ത് സെറ്റ് വർക്കുകാർ അതൊക്കെ മൂടിക്കെട്ടി. അതുകൊണ്ട് പാതിരാത്രി എനിക്ക് ഈ ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ പാട്ടിട്ടുകൊണ്ടിരുന്നേനെ. ലുബിക്കുട്ടൻ്റെ കയ്യിലായിരുന്നു നിലു. ഇത് ലില്ലിയമ്മച്ചിയും ആച്ചിയമ്മയും കൂടെ എപ്പോഴും ഉള്ളതാണ്. ഇന്ന് രാത്രി മൊത്തം അവരിവിടെ നിന്ന് ഇങ്ങനെ വാചകം പറഞ്ഞുകൊണ്ടിരിക്കും പഴയ പെരുന്നാളിനെയൊക്കെ പറ്റി. തേങ്ങ ചുരണ്ടുന്ന മെഷീനാണ് കേട്ടോ. താഴെ ചുരണ്ടി എടുക്കാം, മേളിൽ അരച്ചും എടുക്കാം. നിലുവിന് ഏതാണ്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങി. അലൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അവൻ്റെ കണ്ണ് വെട്ടിച്ച് അലന് പോകാൻ പറ്റാണ്ട് സ്റ്റക്കായിപ്പോയി. അവിടെ ബബിയാൻ്റെയും മിനിയാൻ്റെയും ധനുജാൻ്റെയൊക്കെ കൂടെ സ്റ്റേജ് തൂക്കുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ പനമ്പ വിരിച്ച് പുറത്ത് വാഴയിലയിട്ട് അതിന് പുറത്തായിട്ടാണ് നമ്മൾ ചോറ് തട്ടിയിടുന്നത്. 5000 പേർക്കുള്ള ചോറ് വേറെ എവിടെയും സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമില്ല. ഈ സ്റ്റേജിലൊരു കൂന കൂട്ടി ഇടത്തതേ ഉള്ളൂ. ഇവിടെ വെള്ളം ഞാൻ ആ റെഡ് ഷർട്ട് നിബിനാണ് കേട്ടോ, എൻ്റെ ഒരു കസിനാണ്. അവനോട് ഞാൻ പറഞ്ഞതാണ് അത് തുറക്കുന്നത് അവനെ പഠിപ്പിക്കല്ലേ എന്ന്. അവൻ പഠിപ്പിച്ചു. ഇപ്പം നിലുവിന് വെള്ളം കുടിയാണ്. ഇത് പായസത്തിനുള്ള സേമിയ വറുക്കുന്നതാണ്. കുക്കു സാറിന് ഉറക്കം വന്നു, അവൻ പോയി. അത് ഒരു ശല്യമില്ലാത്തൊരു ചെറുക്കനാട്ടോ. അവിടെ പോയി സോഫയിൽ കിടന്നുറങ്ങി. ഞാൻ അവനെ നോക്കാൻ വന്നപ്പോഴേക്ക് അകത്ത് നല്ല മണം. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നട്ട്സും റൈസിൻസും ഒക്കെ വറുക്കുന്നു. പിന്നെ തക്കാളിയൊക്കെ അരിയുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി. ഇത് അവിയലിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു, ആയിരിക്കണം അവിയലിൻ്റെതാണ്. അതിന് തീ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അകത്ത് മുറിയിലിരിക്കുകയായിരുന്നു, പക്ഷെ മണം അടിച്ചിട്ട് ഇരിക്കാൻ വയ്യാതെ വന്നതാണ്. അപ്പോൾ കുറച്ച് നട്ട്സും റൈസൻസും ചേട്ടൻ ഞങ്ങൾക്ക് എടുത്ത് തന്നു. നിലു അപ്പോഴത്തേക്ക് അമ്മയുടെ അനിയത്തിയുടെ മോൻ അലുവിൻ്റെ കയ്യിൽ, അതും അലനാണ് കേട്ടോ, അവൻ്റെ കയ്യിൽ നിന്ന് ഉറക്കമായി. പിന്നെ ഓരോ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ ചായയും പിന്നെ ആച്ചി ചേച്ചി മണർക്കാട് നിന്ന് കൊണ്ടുവന്ന നേർച്ചയുടെ ഒരു കവറുണ്ടായിരുന്നു. അലുവയും മുറുക്കും മധുരസേവയും ഒക്കെ കൂട്ടിയിട്ട് പാചകക്കാർക്കും കൊടുക്കും കേട്ടോ. അവർക്കും ഇടയ്ക്കിടയ്ക്ക് ചായ കൊടുക്കണം. പാവങ്ങൾ രാവിലെ തൊട്ടിരിക്കുകയല്ലേ, രാത്രി ഉറക്കവും വരാതിരിക്കണമല്ലോ. ലിലിയമ്മച്ചിയും ആച്ചിയമ്മയും ഒക്കെ നേരം വെളുക്കുന്നവരിരുന്നോളൂ. ഞങ്ങളും ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. ഇവരൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി കിടന്നുറങ്ങിപ്പോവും. ഞാനിവിടെ ഈ വീഡിയോയുടെ ഓഡിയോ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ റൂമിൽ. ഇയാൾ ചൊല്ലി ഉറങ്ങിപ്പോയി കണ്ണമ്മോൻ. അനിയങ്ങൾ വന്ന് ഫോൺ എടുത്തിട്ട് അവൻ സംസാരിക്കുന്ന പോലെ പതുക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ലൂക്കുട്ടൻ തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഫോൺ വെച്ചിട്ട് പോയിക്കോ പൊക്കിയെന്നും പറഞ്ഞിട്ട് പോയി. ഇവന്മാർ 3 മണിക്ക് ചോറാകുമ്പോഴത്തേക്ക് സ്റ്റേജിൽ തട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്ന് നിലുവിനെയും കുക്കുവിനെയും ഉണർത്താൻ നോക്കാം. കുക്കു വാ ഫുട്ബോൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഓടിച്ചു എല്ലാത്തിനെയും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ അടുപ്പും ഗ്യാസ് അടുപ്പും ഒക്കെ കത്താൻ തുടങ്ങി. സാമ്പാറും അവിയലും ചോറിനുള്ളതും എല്ലാം റെഡിയായി തുടങ്ങി. പക്ഷേ നമ്മൾ എടുത്ത വിറക് കൂടുതലും കുറച്ച് നനഞ്ഞിരുന്നത് കൊണ്ട് കത്തിപ്പിടിക്കാൻ പാടായിരുന്നു. പിന്നെ ഇവിടുന്ന് കടപ്പുറത്തു നിന്നൊക്കെ പിറക്കിയ വിറകും അവിടെ കിടന്നതും ഒക്കെ കൂടെ വാരിക്കൂട്ടി അതുമൊക്കെ ചേർത്തിട്ടാണ് തീ കത്തിച്ചത്. സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്തു, അതിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതിനി വേകണം. എൻ്റെ റെസിപ്പി പോലെ ഇതൊന്നും ഫുൾ എനിക്ക് നിന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അവരുടെ ഒരു ട്രേഡ് സീക്രട്ട് അല്ലേ. അരി കഴുകി അരിയാണ് കഴുകുന്നത് വലിയ അണ്ടാവിൽ. 10 ചാക്ക് അരിയും ഇനി കഴുകി വെക്കണം. പക്ഷെ അപ്പോഴത്തേക്ക് ഒരു ചെറിയ ചാറ്റൽ മഴ എത്തി. പിന്നെ ബാക്കി ഇരുന്ന വിറകും കൂടെ നനഞ്ഞു പോകാതിരിക്കാനായിട്ട് അത് മൂടിയൊക്കെ വെച്ചു. അവിയലായി. സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഒരു വലിയ ഉരുളി വെച്ചിട്ട് അതിലേക്ക് അവിയലാണ് ഇപ്പോൾ ഇവർ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ആണിത്. മണി 4:30 ഇനി നേരം വെളുക്കുന്നതിന് മുമ്പ് ചോറ് മുഴുവൻ ഇങ്ങോട്ടേക്ക് തട്ടിത്തീരണം. ഇത് ആദ്യത്തെ കൊട്ട ചോറാണ്. ചോറ് ഊറ്റിയെടുത്തതെന്ന് ആദ്യത്തെ കൊട്ട സ്റ്റേജിലേക്ക് ഇടുവാണ്. സേറമോളുടെ പപ്പയും
പിന്നെ 2 പയ്യന്മാരും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ചോറെടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, താങ്ങി തൂങ്ങി ഓരോ മൂലയിൽ ഇരിപ്പുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ ഇടയിൽ അധികം സൗണ്ട് ഡിസ്റ്റർബൻസസ് ഒന്നും വരാത്ത മൂലകൾ കണ്ടുപിടിച്ച് ഓടി ആഡ് ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ചായ എത്തി. ഇനി ഈ ചായ കുടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. നമുക്കിനി പെരുന്നാൾ വ്ലോഗിൽ കാണാം.